വാട്ട് ഇഫ് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ കളിക്കാർ അവർക്ക് ലഭിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേജ് ഉപയോഗിച്ച് ആളുകളെ അവരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാതെ പകരം ദൈവത്തിങ്കിലേക്കാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? അതിപ്പോൾ ലയണൽ മെസ്സി, ബുക്കായോ സാക്ക, അലിസൺ ബെക്കർ, ക്രിസ്ത്യൻ പുലിസിക്, അങ്ങനെ ഒട്ടനവധി ഫുട്ബോൾ കളിക്കാർ അവർ പ്രഖ്യാപിക്കുന്നത് അവരുടെ വ്യക്തിത്വം ആശ്രയിച്ചിരിക്കുന്നത് ട്രോഫികളിലോ പ്രശസ്തിയിലോ വിജയത്തിലോ അല്ല, പകരം യേശുക്രിസ്തുവിലാണെന്ന്. ഇന്ന് നമ്മൾ ചില ഫിഫ ഫുട്ബോൾ കളിക്കാരെ ഒന്ന് നോക്കുകയാണ്. അവരെങ്ങനെയാണ് ദൈവത്തെ പരസ്യമായിട്ടുള്ള രീതിയിൽ മഹത്വപ്പെടുത്തുന്നതും മില്യൺ കണക്കിന് അവരുടെ ആരാധകരെ അവർ ഇൻസ്പയർ ചെയ്യുന്നതും. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റേണിറ്റി. ഇപ്പോൾ മോഡേൺ ഫുട്ബോളിനെ പറ്റി ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യം, അത് വെറും ഒരു കോമ്പറ്റീഷൻ, ഒരു മത്സരം എന്നുള്ളത് മാത്രമല്ല, അത് വളർന്നു വരുന്ന ആ വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനം കൂടാണ്. കൂടുതൽ കളിക്കാർ വളരെ കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ തന്നെ പരസ്യമായിട്ടുള്ള രീതിയിൽ അവർ പ്രഖ്യാപിക്കുകയാണ് അവരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി, വ്യക്തിത്വം എവിടെ നിന്നാണ് വരുന്നതെന്ന്. അവർ ഗോളുകളോ കോൺട്രാക്റ്റുകളോ ചാമ്പ്യൻഷിപ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങളെ ഉപയോഗിച്ച് അവരെ ഡിഫൈൻ ചെയ്യാതെ അവർ ദൈവത്തെപ്പറ്റിയും തിരുവെഴുത്ത്, പ്രാർത്ഥന, വിശ്വാസത്തെപ്പറ്റി പരസ്യമായിട്ടുള്ള രീതിയിൽ അവർ പ്രഖ്യാപിക്കുക. ഉദാഹരണത്തിന് ലയണൽ മെസ്സിയെ നോക്കി. ഫുട്ബോൾ കളിയിലെ ഏറ്റവും വലിയ കളിക്കാരുടെ ഒപ്പം നിൽക്കുന്ന ഒരു കളിക്കാരനാണ് മെസ്സി. അർജന്റീനയ്ക്ക് വേണ്ടി താൻ വിജയം കൈവരിച്ച ശേഷം തന്നെ മെസ്സി എപ്പോഴും ദൈവത്തിനാണ് മഹത്വം കൊടുക്കുന്നത്. ഈ ഫിഫ 2026 ടൂർണമെൻറ്റിലെ അർജന്റീനയുടെ ആദ്യത്തെ മാച്ച് അൾജീരിയയുമായിട്ടായിരുന്നു. അതിനകത്ത് മെസ്സി തൻ്റെ ആ മൈൽ സ്റ്റോൺ ഗോളുകൾ സ്കോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ താൻ പരസ്യമായിട്ടുള്ള രീതിയിൽ തൻ്റെ വിജയത്തിന് വേണ്ടി ദൈവത്തിനാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്, മഹത്വപ്പെടുത്തുന്നത്. അത് ഈ ഒരു സ്വഭാവം 2022 വേൾഡ് കപ്പ് ആ വിജയത്തിന് ശേഷം തൻ്റെ ഒരു സ്വഭാവം തന്നെ അങ്ങനെയാണ്. Como dije recién, no puedo pedir más de todo lo que recibí, como lo dije muchas veces, gracias a Dios me regaló demasiado y todo lo que viene ahora es disfrutar, como dije muchas veces, no miro ser primero, segundo, tercero, creo que es un elogio. ഇനിയിപ്പം ഇംഗ്ലണ്ടിലെ താരം ബുക്കായോ സാക്ക തൻ്റെ ആ ക്രിസ്തീയ വിശ്വാസത്തെ ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല. താൻ പരസ്യമായിട്ടുള്ള രീതിയിൽ പങ്കുവച്ചിട്ടുള്ളതാണ്. താൻ റെഗുലറായിട്ടുള്ള രീതിയിൽ ബൈബിൾ വായിക്കുന്നു. താൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ഈ പ്രൊഫഷണൽ ഫുട്ബോളിൻ്റേതായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ എല്ലാം നടുവിൽ വേരൂന്നി നിൽക്കുവാൻ വേണ്ടി ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. തന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്പോട്ട് ലൈറ്റ്, അതായത് ഫുട്ബോളിൻ്റെയൊക്കെയുള്ള ആ പ്രശസ്തിയൊക്കെ കുറച്ചും കൂടെ വർദ്ധിക്കുമ്പോൾ തനിക്ക് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്, തനിക്ക് ആ ഒരു ഉറപ്പ് നൽകുന്നത് വിശ്വാസമാണെന്നുള്ളത്. ഇനിയിപ്പോൾ ബ്രസീലിലെ ഗോൾ കീപ്പർ അലിസൺ ബെക്കറിനെ നോക്കിയാലോ. താൻ വേൾഡ് ഫുട്ബോളിലെ ഏറ്റവും ഔട്ട്സ്പോക്കൺ ക്രിസ്ത്യൻസിൽ ഒരാളാണ്. അലിസൺ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫുട്ബോൾ എന്നുള്ളത് താൻ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഉപയോഗിക്കുന്നത് യേശുവിൻ്റെ സുവിശേഷത്തെ പങ്കുവയ്ക്കുവാൻ, ഷെയർ ചെയ്യുവാൻ. താൻ ബൈബിൾ സ്റ്റഡികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. തൻ്റെ കൂടെയുള്ള ടീംമേറ്റ്സിനെ വിശ്വാസത്തിൽ അവരെ എൻകറേജ് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. താൻ പരസ്യമായിട്ടുള്ള രീതിയിൽ തന്നെ യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി പ്രസ്താവിക്കുന്നുമുണ്ട്. തൻ്റെ കൂട്ടുകാരെയും മറ്റ് ഫെലോ ഫുട്ബോൾ പ്ലെയേഴ്സിനെയും ഒക്കെയും തന്നെ ബാപ്റ്റൈസ് ചെയ്ത്, അതായത് സ്നാനപ്പെടുത്തിയിട്ടുമുണ്ട്. അലിസൺ പരസ്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം സ്നേഹമാണെന്ന്. തൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നോക്കിയാൽ തന്നെ അതിനകത്ത് യോഹന്നാൻ 3:16 പരസ്യമായിട്ടുള്ള രീതിയിൽ തന്നെ താൻ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് തൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എവിടെയാണെന്നുള്ളത്. ഇനിയിപ്പം അലിസണിനൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു വിശ്വാസിയാണ് എഡേഴ്സൺ. ബ്രസീലിൻ്റെ നാഷണൽ ടീമിൽ ഇപ്രകാരം പല പ്ലെയേഴ്സിനെയും ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അവർ പരസ്യമായിട്ടുള്ള രീതിയിൽ തന്നെ അവരുടെ വിശ്വാസത്തെപ്പറ്റി അവർ പ്രഖ്യാപനവും നടത്തും. അവർ മാച്ചുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കുകയും ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ എന്നുള്ളത് ഒരു മിഷൻ ഫീൽഡാണ്. സ്പോർട്ട് എന്നുള്ള ആ ഒരു കാര്യത്തേക്കാൾ ഉപരിയായി ഫുട്ബോൾ ഒരു മിഷൻ ഫീൽഡാണെന്നാണ് അവരുടെ ആ ഒരു നിഗമനം. ഇനിയിപ്പം അമേരിക്കയുടെ ക്രിസ്ത്യൻ പുലിസിക്ക് നോക്കിയാൽ തന്നെ ബൈബിൾ സ്റ്റഡികൾ, മറ്റ് പ്രെയർ ഗ്യാതറിങ്സ്, അപ്രകാരമായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളിലും താൻ കണക്റ്റഡുമാണ്. പുലിസിക്കും തൻ്റെ കൂടെയുള്ള ടീംമേറ്റ്സും അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിശ്വാസമെന്നുള്ളത് ഇപ്രകാരം ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ, മത്സരങ്ങളുടെ നടുവിൽ, അതായത് ഇത്രയധികം സമ്മർദ്ദത്തിൻ്റെ നടുവിലും വിശ്വാസമെന്നുള്ളത് സെൻട്രലായി നിൽക്കുന്നത്, കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന ഒരു വസ്തുത തന്നെയാണെന്ന്. ഇനിയിപ്പോൾ ഡച്ച് ഫോർവേഡ് പ്ലെയർ കോഡി ഗാക്പോ താൻ പരസ്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് തിരുവെഴുത്തിൻ്റെ പ്രാധാന്യം തൻ്റെ ജീവിതത്തിൽ. വലിയ വിജയത്തിൻ്റെയും ആഗോളതലത്തിലുള്ള അംഗീകാരത്തിൻ്റെ എല്ലാം നടുവിൽ ഗാക്പോ വീണ്ടും ദൈവത്തിങ്കിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്തിനാണ്? തൻ്റെ സ്ട്രെങ്ത്, തൻ്റെ ബലത്തിൻ്റെയും തൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ്, ഉദ്ദേശത്തിൻ്റെയും പിൻപിൽ ദൈവമാണെന്നുള്ളത് താൻ പറയുന്നു. ഇനിയിപ്പോൾ സൗത്ത് കൊറിയയുടെ സ്ട്രൈക്കർ ചോ ഗുങ് സോങ്
താൻ പരസ്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രശസ്തിയും എല്ലാ പബ്ലിക് അറ്റൻഷനേക്കാട്ടിലും മുകളിൽ തൻ്റെ വ്യക്തിത്വത്തെ വേരൂന്നി നിർത്തിയിരിക്കുന്നത് ദൈവത്തിലുള്ള പ്രാർത്ഥനയാണ്. തൻ്റെ ആ സന്ദേശം വളരെ സിമ്പിളാണ്. ഫുട്ബോൾ എന്നുള്ളത് മറ്റുള്ളവർ കാണുമ്പോൾ താൻ ചെയ്യുന്നതാണെങ്കിലും യഥാർത്ഥത്തിൽ ഫുട്ബോളിനേക്കാട്ടിൽ മുകളിലാണ് തൻ്റെ ആ യഥാർത്ഥ ഐഡൻറ്റിറ്റി. ഇപ്രകാരം പല ക്രിസ്ത്യൻ ആത്ലീറ്റ്സ്, കളിക്കാരും ഇതുപോലൊരു മെസ്സേജാണ് അവർ കൺവേ ചെയ്യുന്നത്, അവർ പങ്കുവയ്ക്കുന്നത്. അതായത് ദ ഗെയിം മാറ്റേഴ്സ് ബട്ട് ഗോഡ് മാറ്റേഴ്സ് മോർ. ഈ സ്പോർട്സും ഗെയിംസും ഒക്കെയും ഒരു പരിധി വരെ അതിനർത്ഥമുണ്ട്, പക്ഷേ അതിനേക്കാട്ടിലും ഉപരിയായിട്ടുള്ളതാണ് ദൈവം. ഈ ലോകം ട്രോഫികളുടെയും എൻഡോഴ്സ്മെൻറ്റിൻ്റെയും പ്രശസ്തിയുടെയും ഇതിൻ്റെ എല്ലാം പുറയിൽ ഒബ്സസ്ഡാണ്, ഓടി നടക്കുക. പക്ഷേ ഇപ്രകാരമുള്ള കളിക്കാർ ഓർപ്പിക്കുന്നത്, അതായത് അവരുടെ ഫാൻസിനെ ഓർപ്പിക്കുന്നത്, സക്സസ്, ഈ ലോകത്തിൽ കൈവരിക്കുന്ന ജയമൊന്നും തന്നെ മനുഷ്യൻ്റെ ഹൃദയത്തിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. അവർ ഇൻ്റർവ്യൂസും സോഷ്യൽ മീഡിയയും ഇപ്രകാരം ഗോൾസിൻ്റെയൊക്കെ സെലിബ്രേഷനും എല്ലാം എടുത്തുകൊണ്ട് അവർ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുവാനായിട്ടൊരു രീതിയിൽ ഉപയോഗിക്കുക. ഇപ്രകാരം വിശ്വാസത്തിൻ്റെ നിമിഷങ്ങൾ എന്ന് പറയുന്നതിൽ ഏറ്റവും സംസാരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ മിഡ്ഫീൽഡർ ഫെലിക്സ് നെംചയുടെ വശത്തു നിന്നുള്ളത്. താൻ സ്കോർ ചെയ്ത ശേഷം നെംച ഒരു ക്രൗൺസ് ഡൗൺ എന്ന പോലെയുള്ള ഒരു ആക്ടിവിറ്റി, ഒരു പ്രദർശനം താൻ ചെയ്തു. താൻ തൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന ഇമാജിനറി ആയിട്ടുള്ള ഒരു ക്രൗൺ, ഒരു കിരീടം തലയിൽ നിന്നിങ്ങനെ ഇറക്കി താഴെ ഗ്രൗണ്ടിൽ, അതായത് മണ്ണിലോട്ടുള്ള രീതിയിൽ താൻ വെക്കുന്ന പോലെ സിംബോളിക്കായിട്ടാണ് താനത് ചെയ്തത്. അതിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു സന്ദേശമാണ് താൻ കൊടുത്തത്. സകല മഹത്വവും യേശു ക്രിസ്തുവിന് മാത്രമാണ്. അത് അത്ലീറ്റ്സ്, അത് കളിക്കാർക്കുള്ളതല്ല, രാജ്യങ്ങൾക്കുള്ളതല്ല, ഈ ലോകത്തിൻ്റെ സാമ്രാജ്യങ്ങൾക്കുള്ളതല്ല. പകരം അത് യേശുവിന് മാത്രം, രാജാതി രാജാവായ യേശുവിന് മാത്രമുള്ളതാണ് സകല മഹത്വവും. ആൻഡ് കളിക്കാരുടെയും മാത്രമല്ല ഈ ഒരു മനോഭാവം, കോച്ചസും ഇപ്രകാരമുള്ള വിശ്വാസത്തെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതിൽ അവർ കൂടുതൽ വോക്കലായിരിക്കുക. നല്ലൊരു എക്സാമ്പിളാണ് മെക്സിക്കോയുടെ നാഷണൽ ഫുട്ബോൾ ടീം മാനേജരും മുൻ കോച്ചുമായിരുന്ന ജവിയർ അഗ്വേർ. താൻ ആ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ബൈബിൾ തൻ്റെ കൈവശം വെച്ചുകൊണ്ടാണ് പ്രവേശിച്ചത്. അതിൽ നിന്ന് തന്നെ പ്രകടമായിട്ടുള്ളൊരു കാര്യം, ഇപ്രകാരം ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ സ്റ്റേജിൻ്റെ നടുവിൽ പോലും തൻ്റെ വിശ്വാസം തൻ്റെ ജീവിതത്തിന് സെൻട്രലായി തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണെന്നാണ് താൻ പ്രഖ്യാപിച്ചത്. ഈവൻ മാച്ചുകൾക്ക് ശേഷം പോലും എതിരാളികളായി കളിച്ച ടീമുകൾ പിന്നീട് പ്രാർത്ഥനാ സർക്കിളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. 90 മിനിറ്റും വാശിയേറിയ മത്സരത്തിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടും ഈ മാച്ചിന് ശേഷം അവർ ആരാധനയും പ്രാർത്ഥനയിലും ഒരുമിച്ച് സമയം ചെലവഴിക്കുക. ഇപ്രകാരം ഒരു ഫുട്ബോൾ മാച്ച് എന്ന് പറഞ്ഞാൽ ആ കോമ്പറ്റീഷൻ വളരെ ഇൻറ്റൻസ് ആണ്. എന്നാൽ പോലും ഈ നിമിഷങ്ങൾ വെളിപ്പെടുത്തുന്നത് ഈ ഫുട്ബോളിനെക്കാട്ടിലും മുകളിൽ ഉപരിയായി മറ്റെന്തോ ഉണ്ട്. അവർ പ്രകടിപ്പിക്കുന്നത് വിശ്വാസം എന്നുള്ളത് നാഷണാലിറ്റി, അതായത് അവരുടെ രാജ്യവും ഭാഷയും റൈവലറി, അവർ തമ്മിലുള്ള മത്സരവും അതിനെക്കാട്ടിലെല്ലാം ഉപരിയാണ് വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. ഇപ്പോൾ കുറാക്കാവിൻ്റെ നാഷണൽ ഫുട്ബോൾ ടീമിനെ നോക്കിയാൽ അവരെ വിളിക്കുന്നതിനെ ദ ബ്ലൂ വേവ്. ഈ ഫിഫ വേൾഡ് കപ്പിൽ ഒത്തിരി ശ്രദ്ധ അവർക്ക് പിടിച്ചു പറ്റാൻ പറ്റി. ആ രാജ്യത്തിൻ്റെ ആദ്യത്തെ അപ്പിയറൻസ് ആയിരുന്നു ഇപ്രകാരമുള്ള ഈ ഫിഫ വേൾഡ് കപ്പിൽ. ആ ടീമിന് ഹെഡ്ലൈൻസിൽ സ്ഥാനം പിടിച്ചത് അവരുടെ വിശ്വാസവും, അവർ ആ മാച്ച് തുടങ്ങുന്നതിന് മുമ്പേ ഗുഡ്നസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ ഒരു പാട്ടൊക്കെ പാടി ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു കാര്യം, അത് വളരെയധികം ശ്രദ്ധേയമായി. കുറാക്കാവോടെ ആദ്യത്തെ ജർമ്മനിയുമായിട്ടുള്ള ഓപ്പണിംഗ് മാച്ചിൽ, ആ മാച്ചിന് ശേഷം, അതിനകത്ത് ജർമ്മനിയാണല്ലോ ജയിച്ചത്, പക്ഷേ ആ മാച്ചിന് ശേഷം കുറാക്കാവോടെ പ്ലെയേഴ്സ് ജർമ്മൻ പ്ലെയേഴ്സുമായിട്ടുള്ള രീതിയിൽ ഒരുമിച്ച് ഒരു പ്രെയർ സർക്കിൾ, പ്രാർത്ഥനാ സർക്കിളിൽ അവർ ഒരുമിച്ച് നിന്നു. ആ ജർമ്മൻ മിഡ്ഫീൽഡർ ഫെലിക്സ് നെംച തന്നെ പറഞ്ഞത്, കളിക്കകത്ത് ഞങ്ങൾ കളിക്കുമ്പോൾ ഞങ്ങൾ എതിരാളികളാണ്, പക്ഷേ കളിക്ക് ശേഷം ഞങ്ങൾ ആഫ്റ്റർ ഓൾ ക്രിസ്ത്യൻസ് ആണ്, ഞങ്ങളെല്ലാം ക്രിസ്തീയ സഹോദരന്മാർ തന്നെയാണ്. എന്തൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡ്, എന്തൊരു നല്ല മനോഭാവമാണ്. താൻ ഇതും പറഞ്ഞു, ഇപ്രകാരമുള്ള ഈ മാച്ചിലൂടെ എല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ നാമമാണ് മഹത്വപ്പെടുന്നതെന്ന്. ഇപ്രകാരം ഒരു ഗ്രോയിങ് മൂവ്മെൻറ്റ്, പടർന്ന് പന്തലിക്കുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ട്, ദ കിങ്സ് റിട്ടേൺ. അത് ക്രിസ്ത്യൻ കളിക്കാരുടെ ഇടയ്ക്കും പിന്നെ ഫാൻസ് അങ്ങനെയുള്ളവരുടെ ഇടയ്ക്കെല്ലാം തന്നെ ഇപ്പോൾ വളരെയധികം അറ്റൻഷൻ ലഭിക്കുന്നുണ്ട്. അവരുടെ സന്ദേശം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഓരോ ട്രോഫിയും ഓരോ ചാമ്പ്യൻഷിപ്പും ഈ ലോകത്തിൽ ലഭിക്കുന്ന ഏതൊരു കിരീടവും അംഗീകാരവും അൾട്ടിമേറ്റ്ലി ബിലോങ് ചെയ്യുന്നത്, പരമമായിട്ട് അത് അർഹിക്കുന്നത് യേശുക്രിസ്തു മാത്രമാണെന്നുള്ളത്. ഇപ്രകാരമുള്ള ഈ മൂവ്മെൻറ്റിൻ്റെ സപ്പോർട്ടേഴ്സ് മറ്റ് കളിക്കാരെയും ഫാനുകളെയും അവർ എൻകറേജ് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവരെ ഓർപ്പിക്കുന്നത് ഇപ്രകാരമുള്ള സ്പോർട്സിൽ ലഭിക്കുന്ന അച്ചീവ്മെൻറ്റ്സ്, ഓരോ കിരീടങ്ങളും ഓരോ അംഗീകാരങ്ങളും തൽക്കാലത്തേക്കുള്ളതാ, നിത്യതയാണ് നിലനിൽക്കുന്നതെന്നുള്ളത്.
സോ ഈ കളിക്കാർ തന്നെ പറയുന്നത് ഏറ്റവും വലിയ വിജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകകപ്പ് ഒന്നും ജയിക്കുന്നതൊന്നുമല്ല, അതൊരു ട്രോഫി ഉയർത്തുന്നതോ അല്ലെങ്കിൽ ഫേമസ് ആകുന്നതോ പ്രശസ്തി ആർജിക്കുന്നതോ ഒന്നും തന്നെയല്ല. ഏറ്റവും വലിയ വിജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ്. അതാണ് ഈ ഫുട്ബോളേഴ്സും ഈ കളിക്കാരും മില്യൺ കണക്കിന് ഫാനുകളിലേക്ക് അവർ പങ്കുവയ്ക്കുന്നത്. കുറച്ചാൾ മുമ്പ് തന്നെ ഞാൻ നമ്മുടെ ജമീമ റോഡ്രിഗസിനെ കുറിച്ചും ഞാൻ ഈ ഒരു കാര്യം ഞാൻ പ്രസ്താവിച്ചിരുന്നു. അവളും എങ്ങനെയാണ് പരസ്യമായിട്ടുള്ള രീതിയിൽ അവിടെ വിശ്വാസത്തെപ്പറ്റി അവൾ പ്രസ്താവിച്ചതെന്നുള്ളത് ഞാൻ ആ ഒരു സന്ദേശത്തിൻ്റെ ലിങ്ക് ആയാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുകൊണ്ട് ലയണൽ മെസ്സി ആണെങ്കിലും ബുക്കായോ സാക്ക ആണെങ്കിലും അലിസൺ ബക്കർ ആണെങ്കിലും ക്രിസ്ത്യൻ പുലിസിക് ആണെങ്കിലും കോഡി ഗാക്പോ ആണെങ്കിലും ചോ ഗുങ്സോങ് ആണെങ്കിലും ഫെലിക്സ് നെംച ആണെങ്കിലും ഇപ്രകാരമുള്ള അനേകർ ഒട്ടനവധി ആളുകൾ, ഇവരിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇത്രയും വലിയ താരങ്ങൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇപ്രകാരമുള്ള ഈ സ്റ്റേഡിയങ്ങളിലെല്ലാം തന്നെ വലിയ ശബ്ദമുണ്ടാക്കുന്ന വലിയ ക്രൗഡ്സ് ആളുകളുടെ എല്ലാം ഇടയ്ക്കും പിന്നെ സ്പോർട്സിൻ്റെയൊക്കെ വലിയ ലൈറ്റ്സ്, ബ്രൈറ്റ് ലൈറ്റ്സിൻ്റെ എല്ലാ നടുവിലും അവർ പ്രഖ്യാപിക്കുന്നത് പരമമായിട്ടുള്ള പ്രത്യാശ ഇരിക്കുന്നത് ഇപ്രകാരം ഗെയിംസോ ഫുട്ബോളിലോ ഒന്നും തന്നെയല്ല. പരമമായിട്ടുള്ള പ്രത്യാശ ഇരിക്കുന്നത് യേശു ക്രിസ്തുവിൽ മാത്രമാണ്. അതുതന്നെയാണ് നമ്മുടെ ക്രിസ്തീയ മിഷൻ, നമ്മുടെ ദൗത്യവും. അതായത് യേശുവിൻ്റെ നാമത്തെ ഉയർത്തുക. നമ്മളെ ദൈവം ഏത് സ്ഥാനത്താണോ ആക്കി വെച്ചിരിക്കുന്നത് ആ സ്ഥാനത്ത് യേശുവിൻ്റെ നാമത്തെയും മറ്റുള്ളവരുടെ മുമ്പാകെ ഉയർത്തുക. സോ ഇന്ന് പല സഭകളിലും കണ്ടുവരുന്ന, പല ചർച്ചുകളിലും കണ്ടുവരുന്നത് ആളുകൾക്ക്, അതായത് വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് ഞായറാഴ്ച സഭായോഗത്തിൽ അവർക്ക് ഫ്രണ്ടിൽ വന്ന് സാക്ഷ്യം പറയാൻ വളരെ ഉത്സാഹമാണ്. പക്ഷേ എത്ര പേർക്ക് ചർച്ചിൻ്റെ പുറത്ത് ലോകത്തിൽ യേശുവിനെ അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയോട് സുവിശേഷം പറയുവാൻ, യേശുവിൻ്റെ സുവിശേഷം പങ്കിടാൻ അതിനേക്കാട്ടിലും ഉത്സാഹമുണ്ട്? ഒരിടത്തൊരു പാസ്റ്റർ ഇപ്രകാരം പറഞ്ഞെന്നാണ് ഞാൻ കേട്ടത്. അദ്ദേഹം പറഞ്ഞത് ഞായറാഴ്ച സഭായോഗത്തിലാണ്, കഴിഞ്ഞ ആഴ്ച കുറഞ്ഞത് ഒരാളോടെങ്കിലും, അതായത് വിശ്വാസി അല്ലാത്ത ഒരാളോടെങ്കിലും യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞവർ മാത്രം മുന്നോട്ട് വന്ന് പരസ്യമായിട്ടുള്ള രീതിയിൽ സാക്ഷ്യം പറയാവും. കണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോകത്തിൽ നമുക്കുള്ള മിഷൻ, നമുക്കുള്ള ദൗത്യം, യേശു കർത്താവ് തന്നിരിക്കുന്ന ആ ദൗത്യം മറന്നുപോകരുത്. യേശു തന്നെ ലൂക്കോസ് 9:26 ഓർപ്പിച്ചത്, ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. അതുകൊണ്ട് പരസ്യ സ്ഥലങ്ങളിൽ നമുക്ക് അവസരങ്ങൾ ദൈവം തരുമ്പോൾ യേശുവിനെ ഓർത്ത് ലജ്ജിക്കരുത്, നാണിക്കരുത്. ധൈര്യത്തോടെ യേശുവിൻ്റെ സുവിശേഷം പങ്കിടുവാനും ഉത്സാഹിക്കണം. ബാക്കി ദൈവം തമ്പുരാൻ നമ്മളിലൂടെ ചെയ്തോളും. ദൈവത്തിൻ്റെ കൃപ നമ്മളിലൂടെ ഒഴുകിക്കോളും. എപ്പോഴും ഓർക്കേണ്ടത്, ട്രോഫികളൊക്കെ മറഞ്ഞു പോകും. ഇപ്രകാരമുള്ള റെക്കോർഡുകളൊക്കെ തന്നെ പിന്നെ കുറച്ചുനാൾ കഴിയുമ്പോൾ മറ്റാരെങ്കിലും ആ റെക്കോർഡുകളെ ബ്രേക്ക് ചെയ്യും. പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം എന്നേക്കും നിലനിൽക്കും. ആമേൻ. ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനും പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനോടെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഹൈപ്പ് ചെയ്യാനും കൂടെ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഇപ്രകാരമുള്ള സന്ദേശങ്ങളുടെ ലിങ്കുകൾ നിങ്ങളുടെ ടെലഗ്രാമിലേക്ക് ഓട്ടോമാറ്റിക്കലി ലിങ്കായിട്ടുള്ള രീതിയിലും കൂടെ ലഭിക്കണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. ആ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ടേക്ക് കെയർ, ബൈ ഫോർ നൗ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.